ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വൈകുന്നേരം 4 മണിയൊക്കെ ആയപ്പോഴേ ഞങ്ങൾ അവിടെ ഇങ്ങനെ കിടന്നപ്പോഴാണ് മോള് പറയണത് എനിക്ക് ഹാദിന്റെ കൂടെ കളിക്കണം എന്നൊക്കെ ഇട്ട്. ഹാദി എന്ന് പറയുന്നത് കാക്കാന്റെ മോനാണ്. ഓന്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് വാശി പിടിച്ചപ്പോ അങ്ങനെ ഇവിടെ ഇറങ്ങി പോകുന്നതാണ് കാക്കാന്റെ വീട്ടിക്ക്. ഞാൻ ചെന്നപ്പോ തന്നെ താത്ത മൈലാഞ്ചൊക്കെ കൊമ്പൊക്കെ ഒടിച്ച് നല്ല ഊരിന്റെ പണിയിലായിരുന്നു. അപ്പൊ ഞാൻ താത്താനോട് ചോദിച്ചു എന്തിനാണ് താത്ത ഇത്ര തോനെ മൈലാഞ്ചിന്റെ എന്നൊക്കെ ചോദിച്ചപ്പോ അരിച്ചിടാൻ തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പോഴൊക്കെ അങ്ങനത്തെ ഉണ്ടോ, അപ്പൊ എല്ലാരും ട്യൂബടെ വാങ്ങിക്കാണ്ട് കയ്യുമ്പടല്ലേ എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. മോള് പറഞ്ഞ പോലെ തന്നെ അവിടെ എത്തിയപ്പോ തൊട്ട് കളി തുടങ്ങിയതാണ്. ഏറ്റവും വലിയ കളി കളിക്കുന്നത് എന്താണെന്നറിയോ? താത്ത നല്ല മട്ടത്തിലും വൃത്തിയിലൊക്കെ കുഴിച്ചിട്ട ചെടിമെന്ന് പൂക്കളൊക്കെ എടുത്ത് കാണ്ട് പറിച്ച് രണ്ടാളും കൂടി കളിക്കണം. അതില് താത്ത പറയുന്നുണ്ട് എന്റെ മക്കളെ ആ പൂക്കളൊന്നും നിങ്ങൾ കേട് വരുത്തില്ല, ഞാൻ എങ്ങനെ ഉണ്ടാക്കിയതാ നിങ്ങൾക്ക് അറിയാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടേനു അവരോട്. പിന്നെ ഓല അവിടെ ഇങ്ങനെ കളിക്കണ സമയത്ത് മോള് പറഞ്ഞു എനിക്ക് ഇനി മൂത്താപ്പാടക്ക് പോണം എന്ന് പറഞ്ഞുകാണ്ട് അങ്ങനെ അവിടേക്ക് പോകുന്നതാണ്. അവിടെ എത്തിയപ്പോ തന്നെ അവിടുന്ന് മോക്ക് കിട്ടിയ പാത്രം കൊണ്ടൊക്കെ ഓള് കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങളെ തറവാട്. ഞങ്ങൾ ഇവിടെ ആയിരുന്നു ആദ്യം നിന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് ഞങ്ങൾ അവിടുന്ന് വേറെ വീടെടുത്ത് പോയതാണ്. അതുകൊണ്ട് തന്നെ ഈ വീടുമായിട്ട് ഓക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ളൊരു സംഭവമാണ്. ഭയങ്കര അറ്റാച്ച്മെന്റ് വെച്ചാൽ ഓക്ക് ഈ വീട്ടില് ഇപ്പൊ നിൽക്കുന്ന വീട്ടിൽ നിൽക്കുന്നില്ലാരും ഓള് അവിടെയാവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാറുള്ളത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞു ഓളെ താത്തയും കാക്കയും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഓള് ജനിച്ചപ്പോ തൊട്ട് ഞങ്ങൾ ഇവിടെയാണല്ലോ. ഓൾക്കൊരു വയസ്സും ഒരു മാസവും ആയപ്പോഴാണ് ഞങ്ങള് വേറെ വീട്ടിലേക്ക് പോണത്. അതുകൊണ്ട് ഓലോടുള്ള ഒരു കണക്ഷൻ ഓക്ക് വേറെ ആരോടും ഇല്ലാത്ത പോയാണ്. ഭയങ്കര കണക്ഷനാണ് ഓല് തമ്മില്. അങ്ങനെ ഓക്ക് ഇവിടെ എത്തിയ സമയത്താണ് ഓൾക്ക് മക്രോണി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു താത്തിയോലൊക്കെ. താത്താന്റെ മോളും താത്തയും കൂടി മക്രോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഓള് ഉണ്ടാക്കണ ഇങ്ങനെ കണ്ടപ്പോ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് എടുത്തന്നേ ഉള്ളൂ. അതില് റൂഹിമോള് പറയുന്നുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ റിഫോ മക്രോണി, എനിക്ക് വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഓളിങ്ങനെ ഞാൻ ചെന്നപ്പോ അത് ഇടാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞു ഞാൻ അതിന്റെ ഒരു ക്രെഡിറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ, ഇട്ടുകാണ്ടേ ഒന്നടി ഇളക്കി തരാന്ന് പറഞ്ഞ്. അപ്പൊ പിന്നെ ഫൈനൽ ലുക്ക് ആയത് നമ്മളെ കൈകൊണ്ട് എത്തിയിട്ടാണല്ലോ എന്ന് പറഞ്ഞുകാണ്ടേ ഓളോട് പറയായിരുന്നു ഇതിപ്പോ ഫുള്ള് ഉണ്ടാക്കിയത് ഇപ്പൊ ഞാനാണ്, ഞാൻ വന്നിട്ട് വാണീന് ഇപ്പൊ എനിക്കൊരു മക്രോണി ഉണ്ടാക്കി തരാന്ന് വെച്ചിട്ട് നിൽക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ്ട് ഓളങ്ങനെ വെറുതെ ആക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കഴിഞ്ഞു. മോള് പറയുന്നുണ്ട് മേ ഉണ്ടാക്കി കൂടി മൂത്തമ്മ, എന്നിട്ട് വേണം എനിക്ക് കഴിക്കാനേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന്റെ ശേഷം കാക്കാന്റെ മോൾ തന്നെ എല്ലാ പാത്രത്തിലും ആക്കി എല്ലാവർക്കും ഉള്ളതൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഓളെ ഫ്രണ്ടിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കാക്കാന്റെ മോനാണല്ലോ, ഓനെയും വിളിച്ചിട്ട് ഞങ്ങൾ എല്ലാരും കൂടി കുത്തർന്ന് കഴിക്കുകയാണ്. ഇപ്പൊ എന്താ പറയാ അവിടെ ഒരു സംഭാഷണം നടന്നത്. ഓലെ എല്ലാരും കൂടി ഇങ്ങനെ ഫുഡ് കഴിക്കാൻ നിൽക്കുന്ന സമയത്തെ ആദിക്ക് സ്പൂൺ ഇല്ല എന്ന് പറഞ്ഞിട്ട് താത്ത കൊണ്ടുവരുന്നുണ്ട്. അതിനൊന്നും സമയമില്ല. അപ്പോഴേക്കന്നെ എന്റെ റൂഹിമോക്ക് ഓക്ക് സ്പൂണ് കൊടുക്കണം പറഞ്ഞിട്ട് റിഫുവിന്റെ അടുത്ത് നിന്ന് വാങ്ങി കൊടുക്കുകയാണ്. ഓൾതെന്നാലും കൊടുക്കൂല. പിന്നെ ലാസ്റ്റ് അറിയാലോ റിഫു കൊടുക്കണില്ലാന്ന് കണ്ടപ്പോ പിന്നെ ഓൾ തന്നെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ ഒരുപാട് സമയമൊക്കെ ചെലവഴിച്ചതിന്റെ ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, രാത്രി ഒരു മരുവാൻ കൊടുക്കാൻ സമയത്താണ് ഞങ്ങൾ വീട്ടിൽ തന്നെ എത്തുന്നുള്ളത്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് നാത്തൂന്റെ വീട്ടിക്ക് പോവാന്ന് വിചാരിച്ചുകൊണ്ട് നാത്തൂന്റെ വീട്ടിക്ക് പോവാൻ വേണ്ടി ഇറങ്ങാണ്. ഇങ്ങനെ ഞങ്ങളെ പോണത് എന്താന്ന് വെച്ചാല് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇക്കാക്ക് മീറ്റിംഗ് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞങ്ങള് പോകുന്നത്. അല്ലാഞ്ഞാല് എപ്പോഴേലൊക്കെ പോവലൊക്കെ ഉണ്ട്. ഇവിടേക്കാണ് ഞങ്ങൾ പോവുകയാണെങ്കിൽ എപ്പോഴും പോകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ താത്താന്റെ വീട്ടിലേക്കാണ്. അപ്പൊ പിന്നെ വൈകുന്നേരം കാക്കാന്റെ വീട്ടിലേക്കും പോയി. രാത്രിയൊക്കെ കഴിഞ്ഞപ്പോ പെട്ടെന്നുണ്ടായ പോക്കായിരുന്നു നാത്തൂന്റെ വീട്ടിലേക്കും. അങ്ങനെ പിന്നെ അവിടെയൊക്കെ എത്തി. ഇക്കാക്ക് പോരാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാക്കാന്റെ മോളും കൂടെ പോന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങോട്ടേക്ക് പോവാണ്. ഇക്ക പിന്നെ അപ്പൊ തന്നെ പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ തന്നെ മീറ്റിങ്ങിന് നേരം വൈകിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം 7-7 ആയപ്പോഴായിരുന്നു മീറ്റിംഗ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ കാക്കാന്റെ വീട്ടിലേക്കൊക്കെ പോയി കാണ്ട് തിരിച്ചു വരുമ്പോ തന്നെ മരുവാങ്കൊക്കെ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഓൾ അവിടെയൊക്കെ എത്തി. താത്താനോടൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഓക്ക് അവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഇതൊന്നും ഉണ്ടാവില്ല, ഭയങ്കര കളിയിൽ ഏർപ്പെടും കേട്ടോ. എന്തിന് ഓൾക്ക് എന്ന് പറഞ്ഞാല് ഇനിയിപ്പോ ഓൾക്ക് കളിക്കാനുള്ള ആള് ഓളെ പ്രായക്കാരാവണം അങ്ങനൊന്നുമില്ല. ഓക്കിപ്പോ അവിടെ എത്തിയിട്ട് അതിലും കമ്പനി താത്താനെ ഏറ്റുവാണ് കേട്ടോ പോയി ഇങ്ങനെ കൊഞ്ചിക്കൊണ്ടിരിക്കണത്. ഓക്ക് ഓളെ കൊഞ്ചിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഉണ്ടായാ പിന്നെ വേറെ ആരും വേണമെന്നില്ല.
അതൊക്കെ കഴിഞ്ഞ ശേഷം ഓളെ പണി എന്താ അറിയോ, എന്തെങ്കിലും തിന്നാണ്ടാന്ന് ചോദിച്ചു പോവാണേ. വീഡിയോ ഒക്കെ കാണിച്ചെടുത്താ മമ്മക്കും കൊടുത്താ മുന്നിച്ചെടുത്തോ മമ്മി എടുത്തോ നമ്മക്കെന്റെ അടുത്താ നമ്മക്കെന്റെ അടുത്ത. പിന്നെ താത്ത ഓക്ക് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കൊണ്ടുതരാൻ വേണ്ടിയൊക്കെ പറഞ്ഞതായിട്ടാണ് കൊടുത്തതെങ്കിലും കൊണ്ടുവന്നൊക്കെ തരുന്നുണ്ട്. പക്ഷെ ഓക്ക് ഇങ്ങനത്തെ മിഠായിനോടൊന്നും താല്പര്യമില്ല. ഇവള് ആകെ തിന്നൽ എന്താണെന്നറിയോ, മിഠായികളെ കൂട്ടത്തില് ലേസ്, ശൃംഗമിഠായി അങ്ങനത്തൊക്കെയാണ് ഓക്ക് പറ്റുക. അപ്പൊ ഇങ്ങനെ ഓരോന്നത് കൊണ്ടുവന്ന് തന്നിട്ട് അവിടെ തന്നെ ഇട്ട് കളിക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒരാൾക്ക് കൊടുക്കാൻ പറഞ്ഞതൊക്കെ അതിന് കൊടുക്കാത്ത കേടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ലേസും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് കണ്ടപ്പോ അടുത്ത ചോദ്യമായി കടലമുട്ടായി ഉണ്ടോന്ന്. ആ പിന്നെ ഇനി അത് ഉണ്ടെങ്കില് ഓക്ക് ഉഷാറായി, ഇല്ലെങ്കിൽ ഒരു ഏതിനുള്ള വയ്യോ ആയി എന്നുള്ള കോലത്തിലാണ്. അപ്പൊ പിന്നെ താത്ത വേറെ എന്തോ ഒരു സാധനം കൂടി തിന്നാൻ വേണ്ടിട്ട് ഓക്ക് കൊണ്ടുവന്ന് കൊടുത്തുകാണ്ട് ഇത് ലേസിന്റെ പോലത്തെ ഒരു സാധനം തന്നെയാണ്, അത് തിന്നാലേന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്ത് ഓള് പറയാണ് എനിക്ക് അതൊന്നും അല്ലാന്ന്. ഓളെ താത്തമാരെ കൂടെ ഓല് എന്തൊക്കെയാണോ ചെയ്യണത് അതിനൊക്കെ ചെയ്യും. പിന്നെ കണ്ടില്ലേ, ഇതിന്റെ അടുത്തുനിന്ന് ഫോൺ കിട്ടിയില്ലെങ്കിലും ഓക്ക് ഫോൺ കിട്ടാനായിട്ട് പോണ രണ്ടുപേരെയാണ് താത്താരെ വീടും കാക്കന്റെ വീടും ഒക്കെ ഉണ്ടാവും. അംഗൻവാടിന്ന് പഠിച്ച പാട്ടുകളും കാര്യങ്ങളും ഒക്കെ പാടി കൊടുക്കായിരുന്നു. അപ്പൊ ഓള് ലേസ് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെ തന്നെ ഓക്ക് ലേസ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അളയാങ്ക കടയിൽ പോയി വന്നപ്പോ അതിന്റെ പൊലിവിലാണ് കേട്ടോ ഇനി. അപ്പൊ താത്താന്റെ മോള് ചോദിക്കുന്നുണ്ട് ഒന്ന് എനിക്ക് വേണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൊടുക്കുകയൊക്കെ ചെയ്യും. ഇത് ഓളോട് പറയുന്നതാണ്. ഒന്ന് ജപിക്കുറി പോനും കൂടി തിന്നാ ഓൾക്ക് കൊടുക്കേ ഒന്നേ എന്നാ പാടുള്ളൂ. ഓക്ക് ലേസ് മറ്റേ ഓക്കെയാണ് അളയങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് കിട്ടിയ പൊലിവിലാണ്. അപ്പൊ ജബി പറയുന്നത് ഓക്ക് വേണ്ടിയിട്ടല്ലേ, വെറുതെ ഇങ്ങനെ എനിക്ക് ഓക്ക് തരുമോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ചോദിച്ചപ്പോ കൊടുക്കുന്നുണ്ടെന്ന് കണ്ടു. പിന്നെ ഓക്കെന്നെ കൊടുത്തുട്ടോ. അപ്പൊ പിന്നെ ഞങ്ങള് ഒരു 11 മണി 11:30 എടുക്കണോ. പിന്നെ അവിടുന്ന് പോരുമ്പോ അവിടുന്ന് പിന്നെ ഫുഡും കാര്യങ്ങളും കഴിക്കുന്നതൊന്നും ഞങ്ങൾ കാണിച്ചിട്ടില്ല. അത് പിന്നെ എടുക്കാനുള്ള സമയത്ത് കഴിക്കണ ചിന്ത ആയതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഓർമ്മയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങള് പോന്നു. മോക്ക് പിന്നെ വണ്ടിയിൽ കയറിയാ ഉറങ്ങും, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. കാരണം 11:30 മണി ആയിട്ടുണ്ട്. അവിടുത്തെ കളി കൊണ്ടും ചിരി കൊണ്ടും പാട്ട് പാടലും ഒക്കെ ആയിട്ട് ഓക്കെ സമയം പോയത് അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഓള് വണ്ടിയിൽ കണ്ട് സ്റ്റാർട്ട് ചെയ്ത പാടേ ഓള് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വീട്ടിലേക്ക് ഒരു 12 മണിയൊക്കെ ആവാൻ സമയമായിക്കൂടി എത്തുമ്പോ, കാരണം മോൾ ഉറങ്ങും ചെയ്തിരിക്കണല്ലോ. പിന്നെ നായ്ക്കള് ശല്യം ഉണ്ടായതുകൊണ്ട് ഭയങ്കര പേടിയാണ്. ഞങ്ങൾക്കാണെങ്കിലോ വണ്ടി ഇറങ്ങിക്കാണ്ട് കുറച്ച് ദൂരം നടക്കാനും ഉണ്ട്. അങ്ങനെ പിന്നെ ഇങ്ങനെ മോളെയും കൊണ്ട് അങ്ങനെ നടന്ന് ഏതായാലും അൽഹംദുലില്ലാഹ് വീട്ടിലേക്ക് തിരിച്ചെത്തി. വൈകുന്നേരം ഒരു 4 മണിക്ക് തുടങ്ങിയ സ്റ്റാർട്ടിംഗ് ആണ് ഇന്ന്. വീട്ടിക്ക് പിന്നെ ഒരു 11 മണി ആവുമ്പോഴാണ് ഏതായാലും കറക്കൊക്കെ കഴിഞ്ഞ് എത്തുന്നുള്ളത്. ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.